ഇല്ലാത്ത ഗർഭമുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില നാളുകളായി അനന്തപുരിയിൽ അധികാരം പിടിച്ചെടുത്ത് മുന്നേറുവാൻ ശ്രമിക്കുന്ന അനാമികയുടെ എല്ലാ കള്ളക്കളികളും ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുകയാണ്. ഈ കള്ളത്തരം പിടിക്കുന്നത് ദേവയാനിയും നവ്യയും നയനയും കൂടിയാണ്. അനന്തപുരിയിലെ മിക്ക ആൾക്കാരും അനാമിക ഗർഭിണിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴും ദേവയാനിക്ക് മാത്രം അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചടുക്കി ഇതോടുകൂടി അനന്തപുരിയിലെ അനാമികയുടെ വാഴ്ച അവസാനിപ്പിച്ച് അനാമികയെ പുറത്തു ചാടിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ മുഴുകി ദേവയാനി കുറച്ച് ദിവസങ്ങളായി വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണത്തിലായിരുന്നു. എന്തായാലും ആ അന്വേഷണങ്ങൾക്ക് ഫലം കാണുകയും ഒടുവിൽ അനാമിക ഗർഭിണിയല്ല എന്ന് ഔദ്യോഗികമായി തെളിയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ വിവരണങ്ങളാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. അതിനു മുൻപായി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷം ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നവ്യയ്ക്കിപ്പോൾ ഏകദേശം 7 മാസമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നവ്യ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയാണ്. ഇക്കുറി നവ്യയുടെ ചെക്കപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. നവ്യയ്ക്കൊപ്പം നയനയും ദേവയാനിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അനാമികയുടെ പരിശോധനകളും ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് നടക്കുന്നതെന്നാണ് അനന്തപുരിയിൽ എല്ലാവരെയും ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവ്യയ്ക്കൊപ്പം ദേവയാനി കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ തീരുമാനിച്ചത് അനാമികയെ പരിശോധിക്കുന്ന ഡോക്ടറെ കാണുകയും അനാമികയുടെ ഗർഭത്തെക്കുറിച്ചുള്ള എല്ലാ വസ്തുതകളും ഡോക്ടറോട് ചോദിച്ചറിയുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടിയാണ്. നവ്യയെയും കൊണ്ട് ദേവയാനി ആശുപത്രിയിലേക്ക് പോവുക എന്നുള്ളത് ആ വീട്ടിലെ ഓരോ ആൾക്കാർക്കും സംശയത്തിനിട നൽകുമെന്ന് ദേവയാനിക്കും നവ്യയ്ക്കും നയനയ്ക്കുമെല്ലാം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ദേവയാനി വളരെ തന്ത്രപരമായിട്ട് അബിയുടെ അരികിലേക്കാണ് ആദ്യം എത്തുന്നത്. എന്നിട്ട് അബിയോട് പറയുകയാണ്, എടാ, നിന്റെ ഭാര്യയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ അവളുടെ ചെക്കപ്പിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ നീ അന്വേഷിക്കാറുണ്ടോ? ഉടനെ അബി, അല്ല അമ്മായി, എന്താണ് ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വരുന്നത്? ഇത്രയും നാളും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അമ്മായി സംസാരിച്ചു കൊണ്ടിരുന്നത്. എടാ, അവൾക്ക് ഇന്ന് ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമാണ്. 7 മാസം ഗർഭിണിയായിരിക്കുന്ന നവ്യ ഇപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ പരിചരണമാണ്, അവൻ്റെ സാമീപ്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അബിക്ക് ആകെക്കൂടി ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ദേവയാനിയുടെ മുഖത്ത് നോക്കി തർക്കുത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് മനസ്സിലൊരു 100 ചീത്ത ദേവയാനിയെ പറഞ്ഞ് അങ്ങനെ അക്ഷമനായി അബി നിൽക്കുകയാണ്. അബിയുടെ ഈ മൗനമായിട്ടുള്ള നിൽപ്പ് കണ്ടുകൊണ്ട് ദേവയാനി ചോദിക്കുകയാണ്, ഞാൻ നിന്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. നിന്നോടാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. നീ ഇതുവല്ലതും കേൾക്കുന്നുണ്ടോ? അല്ല ഉണ്ടമ്മായി, ഞാനിതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ചേറെ തിരക്കിലാണ്. അതുകൊണ്ട് തൽക്കാലം അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലൊന്നും പോകാൻ ഇപ്പോൾ എനിക്ക് പറ്റില്ല. എടാ, നിനക്ക് ഇത്രയും തിരക്കെന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നില്ല. ഇത്രയും നാളും നീ ചെയ്തുകൊണ്ടിരുന്ന പണിയൊക്കെ അല്ലേ ഇപ്പോഴും നീ ചെയ്യുന്നുള്ളൂ? കൂടുതൽ എന്തെങ്കിലും ആരെങ്കിലും നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നിന്റെ പറച്ചിൽ കേട്ടിട്ട് കുത്തിയിരിക്കാൻ നേരമില്ലാത്ത നീ ഓടുകയാണെന്നാണല്ലോ തോന്നുന്നത്. എടാ, മനുഷ്യനായാൽ കുറച്ച് വെളിവും ബോധവും ഒക്കെ വേണം. നീ താലി കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണാണവൾ. അവളുടെ വയറ്റിൽ നിന്റെ ഒരു കുഞ്ഞു വളരുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്ത വല്ലതും നിനക്കുണ്ടോ? ഒരുപക്ഷെ നീ പറയുമായിരിക്കും അത് എൻ്റെ കുഞ്ഞല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നീ കൂടുതൽ കുഴപ്പത്തിലേക്ക് വീഴും. അവൾ തെളിയിക്കും അത് നിന്റെ കുഞ്ഞു തന്നെയാണെന്ന്. അങ്ങനെ തെളിയിക്കുവാൻ അവൾ മുൻപോട്ടിറങ്ങിയാൽ നിന്റെ കാര്യം പരുങ്ങല്ലാവും. ഇപ്പോൾ തന്നെ നിന്റെ പോക്കിനെ സംബന്ധിച്ച് മുത്തച്ഛനും മുത്തശ്ശിക്കുമൊക്കെ വല്ലാത്ത ദേഷ്യവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ സാഹചര്യത്തിൽ നീ നിന്റെ ഭാര്യയെ അവഗണിക്കുക കൂടി ചെയ്താൽ അവരുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ കടുത്തതായി പോകും. അതുകൊണ്ട് മുമ്പും പിൻപും നോക്കാതെയുള്ള നിന്റെ ഈ പോക്ക് നിർത്തണം. നീ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ കാട്ടണം. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്നതൊന്നും നിനക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് മാത്രമല്ല, നിന്റെ അമ്മയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടില്ലെന്നും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് അമ്മയും മോനും തന്നെയായിരിക്കും. അതുകൊണ്ട് തൽക്കാലം നിന്റെ ഭാര്യയും കൊണ്ട് ഇന്ന് ഞാൻ ആശുപത്രിയിൽ പോകാം. പക്ഷേ ഇനി ഈ പരിപാടി നടക്കില്ല. തുടർന്നുള്ള മാസങ്ങളിലൊക്കെ അവളുമായി ഹോസ്പിറ്റലിൽ പോവുകയും അവൾക്ക് ആവശ്യമുള്ള പരിചരണങ്ങളൊക്കെ നീ നൽകുകയും ചെയ്തേ മതിയാവുകയുള്ളൂ. എടാ, നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. ആ ജീവിതം നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. സാധാരണ ഗർഭിണിയായ പെൺകുട്ടികൾക്ക് ഈ സമയത്ത് ഏറ്റവും അധികം അവരാഗ്രഹിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരുടെ സാമീപ്യമാണ്, അവരുടെ സ്നേഹവും പരിചരണവുമാണ്. അതുകൊണ്ട് നീ ആ പെങ്കൊച്ചിൻ്റെ മനസ്സിന് കൂടുതൽ വേദനയും ദുഃഖവും ഉണ്ടാക്കുന്നത് അവസാനിപ്പിക്കണം. ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് മടങ്ങി പോവുകയാണ്. ദേവയാനിയുടെ ഈ സംസാരങ്ങളും മാറ്റവും ഒക്കെ കണ്ടിട്ട് അത്ഭുതത്തോടു കൂടി അബി ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് പറയുകയാണ്, ഈ തള്ളക്ക് ഇതെന്താണ് പറ്റിയിരിക്കുന്നത്? ഇത്രയും നാളും നവ്യയെ കാണുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഒരു കൊട്ട് അവൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ ദേ ഇപ്പോൾ അവർ തന്നെ നവ്യയും പൊക്കിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നത്. എന്തൊക്കെയാണോ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തുടർന്ന് കാണുന്നത് നവ്യയും നയനയും ദേവയാനിയും കൂടി ആശുപത്രിയിലേക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ജാനകിയും ജലജയും കൂടി. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എവിടേക്കാണ് ഇവളുമാരെ കെട്ടിയൊരുക്കിക്കൊണ്ട് പോകുന്നത്? അപ്പോൾ ദേവയാനി പറയുക, ജലജെ, നീയും നിന്റെ മകനും കൂടി പോകേണ്ട ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു ബോധം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പകരമായിട്ട് പോവുകയാണ്.
ഏട്ടത്തി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഏട്ടത്തി എന്താണ് ഈ പറയുന്നത് എന്ന് ജലജ ചോദിക്കുമ്പോൾ, ഗർഭിണിയായ നിന്റെ മരുമകളെയും കൊണ്ട് ഞാൻ ചെക്കപ്പിന് പോവുകയാണ്. അവൾക്കിപ്പോൾ മാസം 7 തികഞ്ഞു. നിനക്ക് ഈ ബോധം വല്ലതുമുണ്ടോ? നീയല്ലേ അവളെയും കൊണ്ട് പോകേണ്ടത്. അവളെ കെട്ടിയ ഭർത്താവിന് ആ ചിന്തയില്ല, അവളുടെ അമ്മായിയമ്മയ്ക്ക് ഒട്ടും തന്നെ ഇല്ല. പക്ഷേ അവൾ അനന്തപുരിയിലെ മരുമകളാണ്. അവളെ ഇവിടെ ആരെങ്കിലുമൊക്കെ പരിചരിക്കാൻ വേണ്ടേ? ഇല്ലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വാർത്തകളൊക്കെ പുറം ലോകത്തേക്ക് പോകും. അനന്തപുരിയിൽ ഗാർഹിക പീഡനങ്ങൾ നടന്നു എന്നുള്ളത് ലോകം ആഘോഷത്തോടെ പ്രചരിപ്പിക്കും. പിന്നെ ജാനകിയോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നവ്യയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഇത് പറഞ്ഞ് നവ്യയും നയനയും ദേവയാനിയും കൂടി വണ്ടിയിൽ കയറി പുറത്തേക്ക് പോകുമ്പോൾ ജലജ ജാനകിയോട് പറയുകയാണ്, അല്ല ഏട്ടത്തിക്ക് എന്താണ് ഈ പറ്റിയിരിക്കുന്നത്? എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. നമ്മളൊക്കെ വിഡ്ഢികളാവുകയാണ്. നമ്മുടെ മുമ്പിൽ ഏട്ടത്തിക്ക് ഒരു മുഖം, അവളുമാരുടെ മുമ്പിൽ മറ്റൊരു മുഖം. ഇത് കുറേ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ സംശയിക്കുന്നതിനൊക്കെ കാരണങ്ങളുണ്ട്. പക്ഷേ എന്താണെന്നറിയുവാൻ ഒരു വഴിയുമില്ല. ഉടനെ ജാനകി പറയുകയാണ്, അവളുമാർ ഏതോ കൂടുപത്രം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏട്ടത്തിക്ക്. അവരെ മയക്കിക്കളഞ്ഞതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. തുടർന്ന് കാണുന്നത് ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ നവ്യ ദേവയാനിയോട് സങ്കടപ്പെടുന്നതാണ്. നവ്യ പറയുകയാണ്, സാധാരണ ഈ സമയത്ത് ഭർത്താക്കന്മാർ ഭാര്യമാർക്കൊപ്പമുണ്ടാവും. അവരായിരിക്കും ഈ ചെക്കപ്പിനെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ അബി ഒരിക്കൽ പോലും എന്നോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമമായിരിക്കുന്നത്. ഒരുപക്ഷെ ഭാര്യയും ഭർത്താവുമൊക്കെ ആകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്വന്തം കുഞ്ഞിനെ ഓർത്തിട്ട് അവരതൊക്കെ മറക്കുകയും ആവശ്യമായ കെയറൊക്കെ ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷേ അതിനുപോലുമുള്ള ഭാഗ്യം എനിക്കില്ല. അപ്പോൾ ദേവയാനി പറയുകയാണ്, മോളെ നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അബിയുടെ സ്വഭാവം അതൊന്നു വേറെ തന്നെയാണ്. ചിലപ്പോൾ അവൻ നേരെയായി വരുവാൻ കുറച്ച് സമയമെടുത്തേക്കും. എന്തൊക്കെ സംഭവിച്ചാലും അടിസ്ഥാനപരമായ സ്വഭാവങ്ങൾക്ക് മാറ്റം വരിക എന്നുള്ളത് വളരെ പാടാണ്. അനന്തപുരിയിലെ രക്തത്തിൽ പിറന്നൊരു കുട്ടി ഇങ്ങനെയൊന്നും ഒരിക്കലും ആരോടും ചെയ്യില്ല. അവൻ അനന്തപുരിയിലെ അംഗമല്ലല്ലോ. അവൻ്റെ രക്തം വേറെയാണ്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ അവൻ കാണിക്കും. എന്തായാലും മോള് പ്രാർത്ഥിക്ക്, ഇതൊക്കെ മാറി അവന് നേർബുദ്ധി ഉണ്ടായി വരുവാൻ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നവ്യയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. തുടർന്ന് 3 പേരും കൂടി ആശുപത്രിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ദേവയാനി ഹോസ്പിറ്റലിലുള്ള പരിചിതരായ പലരെയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് നവ്യയുമായി തന്നെ പരിശോധിക്കുന്ന ഡോക്ടറുടെ മുറിയിലേക്ക് പോകുന്നു. ചെക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ ദേവയാനി ആ ഡോക്ടറോട് ചോദിക്കുകയാണ് അനാമികയെക്കുറിച്ച്. ഡോക്ടറെ, ഞങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ചു മരുമകളുണ്ട്. അവളും ഗർഭിണിയാണ്. അവൾ ഇവിടുത്തെ പേഷ്യൻ്റാണ്. പേര് അനാമിക. ഡോക്ടർ തന്നെയാണോ അവളെയും പരിശോധിക്കുന്നത്? അപ്പോൾ ആ ഡോക്ടർ പറയുകയാണ്, അനാമിക എന്ന് പറയുന്ന പേരുള്ളൊരു കുട്ടിയെ എനിക്കറിയില്ല. അവൾ എൻ്റെ പേഷ്യൻ്റ് അല്ല. ഒരുപക്ഷെ മറ്റേതെങ്കിലും ഡോക്ടറെ ആയിരിക്കും അവൾ കാണുന്നത്. ഒരു കാര്യം ചെയ്യ്, ഇതേക്കുറിച്ച് അറിയണമെങ്കിൽ റിസപ്ഷനിൽ തന്നെ അന്വേഷിക്കണം. അവിടെ നിന്ന് ഡോക്ടർക്ക് നന്ദിയും ഒക്കെ പറഞ്ഞിട്ട് 3 പേരും കൂടി ഇറങ്ങി റിസപ്ഷനിലേക്ക് എത്തുകയും അനാമികയുടെ ചികിത്സകളെക്കുറിച്ച് അറിയുവാൻ വേണ്ടി അനാമികയുടെ ഫയൽ എടുക്കുവാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഏത് ഡോക്ടറെയാണ് കാണുന്നത്? അപ്പോൾ ദേവയാനി പറയുന്നു, ഡോക്ടറുടെ പേര് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഇവിടെയാണ് ചെക്കപ്പ് നടത്തുന്നത്. അത് കേട്ടിട്ട് റിസപ്ഷനിലിരിക്കുന്ന പെൺകുട്ടി പറയുകയാണ്, ഗൈനക്കോളജിസ്റ്റ് 2 പേരാണ് ഇവിടെയുള്ളത്. അതിലൊരാളെയാണ് നിങ്ങളിപ്പോൾ കൺസൾട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അവിടെ അല്ലാത്ത സ്ഥിതിക്ക് ഇനി മറ്റൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ ഫയലുകൾ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ കമ്പ്യൂട്ടറിൽ അവർ പരതുകയാണ്. തുടർന്ന് ദേവയാനിയോട് പറയുകയാണ്, അനാമിക എന്ന പേരുള്ള ഒരു പേഷ്യൻ്റ് ഇവിടെ ഗർഭിണിയായിട്ട് ഈ അടുത്ത സമയത്തൊന്നും വന്നതായി കാണുന്നില്ലല്ലോ മാഡം. ഇനിയിപ്പോൾ അനാമിക എന്നല്ലാതെ മറ്റെന്തെങ്കിലും പേര് ആ കുട്ടിക്കുണ്ടോ? ഈ പേര് വീട്ടിൽ വിളിക്കുന്ന പേരാണോ? അപ്പോൾ ദേവയാനി പറയുന്നു, ഇല്ല, ഇത് ഒഫീഷ്യൽ നെയിം തന്നെയാണ്, അനാമിക തന്നെയാണ്. എന്തായാലും മാഡം ഇവിടെ ഫയലുകളൊന്നും കാണുന്നില്ല. ഞാനിപ്പോൾ ആ ഡോക്ടറെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഫോൺ എടുത്തിട്ട് ഡോക്ടറെ വിളിക്കുകയാണ്. ഡോക്ടർ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ കുട്ടി പറയുകയാണ്, ഡോക്ടർ, ഞാൻ റിസപ്ഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു വിവരം അന്വേഷിക്കുവാൻ വേണ്ടിയായിരുന്നു. അനാമിക എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് പ്രഗ്നൻസിയിലാണ്, ഡോക്ടറുടെ പേഷ്യൻ്റാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാളുണ്ടോ ഡോക്ടർക്ക്? ഇത് കേൾക്കുമ്പോഴേക്കും ഒരു നിമിഷം ആ ഡോക്ടർ ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് പെട്ടെന്ന് പറയുക, യെസ്, എനിക്ക് അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. എന്തുപറ്റി? എന്താ വേണ്ടത്? ഡോക്ടർ, ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും ചില ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് ഡോക്ടറെ കാണണം എന്നാണ് പറയുന്നത്. ഈ വന്നിരിക്കുന്നത് അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ മരുമകളാണ്. അത്രയും കേട്ടപ്പോഴേക്കും ആ ഡോക്ടർ വീണ്ടും ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവർ പറയുകയാണ്, അതെ, അനാമിക എൻ്റെ പേഷ്യൻ്റ് തന്നെയാണ്. എന്താണ് ഇപ്പോൾ പ്രശ്നം? ഞാനാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അനാമികയുടെ ചികിത്സകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാൻ വേണ്ടിയാണ് അനന്തപുരിയിൽ നിന്നും ദേവയാനി മാഡം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞാനിപ്പോൾ നല്ല തിരക്കിലാണ്, ധാരാളം പേഷ്യൻസ് ഉണ്ട്. ഇതിനിടയിൽ അനാമികയുടെ ഫയലുകൾ തപ്പാനും അതിൻ്റെ രോഗവിവരം പറഞ്ഞു കൊടുക്കുവാനും ഒന്നും എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റില്ല. അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഫോൺ കട്ട് ചെയ്യുകയാണ്.
ഡോക്ടർ പറഞ്ഞ കാര്യം റിസപ്ഷനിൽ നിന്നും ദേവയാനിയോട് അറിയിച്ചപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, എവിടെയാണ് ആ ഡോക്ടറുടെ OP? ഞാൻ അവിടേക്ക് പോയി ഡോക്ടറെ കണ്ടോളാം. ഉടൻ തന്നെ ആ കുട്ടി ആ ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിന്റെ നമ്പർ ദേവയാനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് നയനയും നവ്യയും ദേവയാനിയും കൂടി വേഗത്തിൽ ഡോക്ടറുടെ റൂമിലേക്ക് ചെന്നങ്ങ് കയറുകയാണ്. ഡോക്ടറെ കണ്ടിട്ട് ദേവയാനി പറയുകയാണ്, ഡോക്ടറെ, ഞാൻ അനന്തപുരിയിലെ മരുമകളാണ്. ഡോക്ടർക്ക് എന്നെ മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വന്നത് ഒരു പ്രത്യേക വിവരം അന്വേഷിക്കുവാൻ വേണ്ടിയാണ്. അനന്തപുരിയിലെ ഞങ്ങളുടെ കൊച്ചു മരുമകളാണ് അനാമിക. ഡോക്ടറുടെ പേഷ്യൻ്റാണ്. അനാമിക മോളുടെ പ്രഗ്നൻസിയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഡോക്ടറെ കാണാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഡോക്ടർ അതിനോട് വിമുഖത കാട്ടിയെന്നാണ് റിസപ്ഷനിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ചോദിച്ചത് വലിയ പാപമൊന്നുമല്ലല്ലോ. അനാമികയുടെ ചികിത്സാ റിപ്പോർട്ടുകൾ അവളോട് മാത്രമേ പറയൂ എന്നുണ്ടോ? ഞങ്ങൾ അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ വീണ്ടും പറയുകയാണ്, ഇവിടെ ധാരാളം പേഷ്യൻസ് ഉണ്ട്. ഞാൻ നല്ല തിരക്കുള്ള സമയത്താണ് നിൽക്കുന്നത്. അനാമികയുടെ പ്രഗ്നൻസിയെക്കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും അനാമികയുടെ കയ്യിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വാങ്ങി നോക്കണം. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് വീണ്ടും അതേക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം? റിപ്പോർട്ടിലുള്ളത് തന്നെയല്ലേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദേവയാനി വീണ്ടും ചോദിക്കുകയാണ്, അല്ല ഡോക്ടർ എന്തിനാണ് ഇങ്ങനെ വല്ലാതെ പരിഭ്രമിക്കുന്നത്? സാധാരണ ഒരു പേഷ്യൻറ്റിൻ്റെ രോഗവിവരം അന്വേഷിക്കുമ്പോൾ ഡോക്ടർമാരാരും ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കാറുള്ളത്. ആ കുട്ടിയുമായി ബന്ധമില്ലാത്ത പുറത്തുനിന്ന് ആരെങ്കിലുമായിരുന്നു വിവരം അന്വേഷിക്കുന്നതെങ്കിൽ ഡോക്ടർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പ്രതികരിക്കാം. പക്ഷേ ഇതെൻ്റെ മകൻ്റെ ഭാര്യയാണ്. അത് അറിയുവാനുള്ള അവകാശമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോഴേക്കും ഡോക്ടർ എന്തു പറയണമെന്നറിയാതെ വല്ലാതെ വിൽക്കാനും പരിഭ്രമിക്കുവാനും തുടങ്ങി. ഇത് കണ്ടപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ്, ഡോക്ടർ എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പോലെ ഉണ്ടല്ലോ. എന്താണ് ഡോക്ടർ? എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഡോക്ടർ അങ്ങ് തുറന്നു പറഞ്ഞോളൂ. സാധാരണ ഡോക്ടറോടും വക്കീലിനോടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു എത്തിക്സ് ഈ പറയുന്ന ആൾക്കാർക്കും ഉണ്ടാവുമല്ലോ. ഒരു രോഗിയുടെ രോഗവിവരത്തെക്കുറിച്ച് വേണ്ടപ്പെട്ട ആൾക്കാർ ചോദിക്കുമ്പോൾ അത് മറച്ചു വെക്കുകയോ കള്ളം പറയുകയോ ചെയ്യുന്നത് ഡോക്ടറുടെ എത്തിക്സിന് ചേർന്നതാണോ? ഇത്രയും കേട്ടപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നുണ്ട് എന്ന് മനസ്സിലായ ഡോക്ടർ വല്ലാതെ വിയർത്ത് കുളിച്ച് പരിഭ്രമത്തോടുകൂടി ഇരു കൈകളും എടുത്ത് ദേവയാനിയുടെ നേരെ തൊഴുതു പിടിച്ചുകൊണ്ട് പറയുകയാണ്, മാഡം, എന്നോട് ക്ഷമിക്കണം. എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അനാമിക എന്ന പെൺകുട്ടി തൻ്റെ അച്ഛനുമായി ഇവിടെ വന്നിരുന്നു. എന്നിട്ട് എന്നോട് അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അനന്തപുരി തറവാട്ടിൽ അവർ വളരെയധികം പീഡനം അനുഭവിക്കുകയാണ്. അവരുടെ ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും ഉൾപ്പെടെ ആർക്കും തന്നെ ആ കുട്ടിയെ അവിടെ നിർത്താൻ താല്പര്യമില്ല. ഏത് നിമിഷവും അവരെ പുറത്താക്കുവാൻ വേണ്ടിയുള്ള കളികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് താനിപ്പോൾ ഗർഭിണിയാണ് എന്നെല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ്. ഏത് സമയത്തും ഒരന്വേഷണം ആ വീട്ടിൽ നിന്നും ഇതിനോടുള്ള ബന്ധത്തിൽ ആ കുട്ടിക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഒരു പ്രഗ്നൻസി റിപ്പോർട്ട് വേണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ആ കുട്ടിയെ ഒഴിവാക്കുവാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചതാണ്. എന്നാൽ ആ കുട്ടി കരഞ്ഞെൻ്റെ കാല് പിടിച്ചു. ഈ മോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ എത്തിക്സിന് ചേരുന്ന കാര്യങ്ങളല്ല, ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ഭീഷണിയുമായിട്ട് എൻ്റെ മുൻപിൽ വന്നു. ഈ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. ഒരു കുട്ടിയുടെ ജീവിതം ഞാൻ കാരണം ഇല്ലാതെയായി പോകരുത് എന്ന് കണ്ടിട്ട് ഒരു തെറ്റിന് എനിക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കണം. ദയവ് ചെയ്ത് ഈ ആശുപത്രിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യരുത്. ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതെൻ്റെ കരിയറിനെ തന്നെ ബാധിക്കും. എന്തു വേണമെങ്കിലും പ്രായശ്ചിത്തമായി ഞാൻ ചെയ്യാം. ഇത്രയും കേട്ടപ്പോഴേക്കും ഭയങ്കര കോപത്തോടെ ഡോക്ടർക്കെതിരെ ദേവയാനി തട്ടിക്കയറുകയാണ്. ഡോക്ടർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങളെയൊക്കെ സമൂഹം നോക്കിക്കാണുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്താണ്. ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നെറികേടുകൾ കാണിക്കുവാൻ നിങ്ങൾ കൂട്ടുനിൽക്കുകയാണെങ്കിൽ സത്യത്തിൽ പല പാവങ്ങളുടെയും ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടല്ലോ. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പാവങ്ങളൊക്കെ ഓപ്പറേഷൻ ടേബിളിൽ വന്ന് കിടക്കുന്നത്. വല്ലവരുടെയും ഭീഷണിക്കും കൈക്കൂലിക്കുമൊക്കെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവർ ഈ പാവങ്ങളെ കൊന്നുകളയാൻ പോലും തയ്യാറാകില്ല എന്ന് ആർക്ക് പറയുവാൻ കഴിയും? അതുകൊണ്ട് നിങ്ങളിനി ഒരു നിമിഷം പോലും ഈ തസ്തികയിൽ തുടരുവാൻ യോഗ്യതയുള്ള വ്യക്തിയല്ല. മെഡിക്കൽ എത്തിക്സിനെ തന്നെയാണ് നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടികൾ എടുത്തേ മതിയാവുകയുള്ളൂ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഭയപ്പെട്ടുകൊണ്ട് അവർ ദേവയാനിയുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് കെഞ്ചുകയാണ്. മാഡം, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു തെറ്റുപറ്റി, ക്ഷമിക്കണം. എനിക്കൊരു കുടുംബമുണ്ട്, പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്തെങ്കിലും ഇതിലെന്നോട് കരുണ കാണിക്കണം. ഇത് പ്രശ്നമാക്കരുത്. ഇരു ചെവി അറിയരുത്. ഞാൻ കാല് പിടിക്കാം. ഇതെല്ലാം കണ്ടുകൊണ്ട് മൗനമായി നിന്ന നയന പെട്ടെന്ന് പറയുകയാണ്, പോട്ടെ അമ്മേ, വിട്ടേക്ക്. നമ്മളായിട്ട് അവരുടെ ജോലിയും ജീവിതവും ഒന്നും നശിപ്പിച്ചു എന്ന് വേണ്ട. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നല്ലേ പറയുന്നത്? ദൈവം എല്ലാം കാണുന്നുണ്ട്. എല്ലാറ്റിനുമുള്ള വിധി ദൈവം തന്നെ പറയട്ടെ. നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ദേവയാനിയെ സമാധാനപ്പെടുത്തി ആ മുറിയിൽ നിന്നും നയന പിടിച്ച് പുറത്തേക്കിറക്കുകയാണ്. അപ്പോൾ ഡോക്ടർ നയനയുടെ അരികിലേക്ക് വീണ്ടും വന്നിട്ട് കേണപേക്ഷിക്കുകയാണ്, മാഡം, അമ്മയോട് പറയണം, ആരോടും ഈ കാര്യം പറയരുത് എന്ന്. ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ആരോട് ഞാൻ ചെയ്യില്ല. എനിക്കിതൊരു പാഠമാണ്. അപ്പോൾ നയന പറയുകയാണ്, സാരമില്ല,
മനുഷ്യരാണെങ്കിൽ തെറ്റുകളൊക്കെ വരും, പക്ഷേ തെറ്റ് തിരുത്തുന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഡോക്ടർ ജോലി ചെയ്യുക. ഇത്രയും പറഞ്ഞിട്ട് നയനയും തിരിഞ്ഞു നടക്കുമ്പോൾ ദേവയാനിയുടെ മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകുകയാണ്. ദേവയാനിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ, അനാമിക. അനന്തപുരിയിലേക്കുള്ള ദേവയാനിയുടെ യാത്രയിൽ തൻ്റെ മനസ്സിൽ താൻ എന്തൊക്കെയായിരിക്കാം കുറിച്ചിരിക്കുന്നത്? അനാമിക തുടർന്ന് ഫേസ് ചെയ്യുവാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കും? സംഭവിക്കാൻ പോകുന്ന ആ ദൃശ്യവിസ്മയങ്ങൾ കാണുവാൻ അല്പം കൂടി നമുക്ക് കാത്തിരിക്കാം. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.